നേന്ത്രപ്പഴം നമ്മളെ എങ്ങനെ കിട്ടിയാലും വിടാറില്ലല്ലോ. അതിപ്പോ പച്ചക്കായാണെങ്കിൽ ഉപ്പേരി വെച്ച് ചോറിന്റെ കൂടെ കഴിക്കും, അല്ലെങ്കിലോ മഞ്ഞളും ഉപ്പും ചേർത്ത് ചിപ്സ് ആക്കി കറുമുറാൻ സാപ്പിടും. പിന്നെ ഈ റവ അതിപ്പോ കൂടുതലും നേരം വെളുക്കുമ്പോഴേ ഉപ്മാവായിട്ടാണ് പ്രത്യക്ഷപ്പെടാറ്. അപൂർവ സാഹചര്യങ്ങളിൽ തരിക്കഞ്ഞായിട്ടും കാണാറുണ്ട്. പിന്നെ ചില പെട്ടിക്കടകളിൽ റവ കേക്കായിട്ട് ഭരണന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് പറഞ്ഞപ്പോ നൊസ്റ്റാൾജിയുടെ തൂവൽ സ്പർശം ചെറുതായിട്ടൊന്നും കിട്ടി. ഇവിടെ ഇപ്പം എൻ്റെ ഉദ്ദേശേ പഴവും റവയും വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കാനാണ് കേട്ടോ. പക്ഷെ എന്താണ് ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് നിങ്ങളെ പോലെ എനിക്കും അറിയില്ലേ. എന്തായാലും തുടങ്ങി വെച്ചില്ലേ, എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയാലോ. ഇൻഗ്രീഡിയൻസ് കമന്റ് ബോക്സിൽ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിലെ കോൺഫ്ലവറിന്റെ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ റവ വേവിച്ചപ്പോൾ ചെറുതായിട്ട് വെള്ളം കൂടിപ്പോയതിന്റെ പേരിൽ എന്റെ ബുദ്ധിപരമായ നീക്കായിരുന്നു. തക്ക സമയത്തുള്ള കോൺഫ്ലവറിന്റെ ആ ഒരു ഇടപെടൽ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കില്ലേ. വെള്ളം കൂടി പോകുമ്പോ എന്താ ചേർക്കണ്ടെന്ന് അറിയാലോ അല്ലേ. നാളെ വീണ്ടും കാണാം. ടാറ്റാ.